എല്ലാ കൂട്ടുകാർക്കും തിരുവാതിര ആശംസകൾ. തിരുവാതിരയുടെ ഐതിഹ്യം പെട്ടെന്നൊന്ന് പറഞ്ഞു തീർക്കാട്ടോ. പരമശിവനും ശ്രീ പാർവതിയും തമ്മിൽ വിവാഹം നടന്ന ദിവസമാണ് തിരുവാതിരയായിട്ട് ആഘോഷിക്കുന്നത്. പാർവതി ദേവി കഠിന വ്രതമെടുത്ത് ശിവനെ ഭർത്താവായി കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ വ്രതത്തിൻ്റെ അവസാനമായിട്ട് ശിവൻ പ്രത്യക്ഷപ്പെടുന്നു തിരുവാതിരയിൽ. ആ ഒരു ദിവസമാണിത്. കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് ഈ ആഘോഷം. കേരളത്തിലെ വനിതകളാണ് നൃത്തമായിട്ട് തിരുവാതിര, അതായത് കൈകൊട്ടിക്കളി, ഇതുപോലെയല്ല കണ്ടില്ലേ, ശിവനെ സ്മരിച്ചുകൊണ്ടും ശിവപാർവതിമാരെ സ്മരിച്ചുകൊണ്ടും മറ്റും പാടി നൃത്തം ചെയ്യുന്നു. അത് വിവാഹം നടക്കാത്ത യുവതികളെ വിവാഹത്തിന് വേണ്ടിയിട്ടും വിവാഹം കഴിഞ്ഞവർ ദീർഘമംഗല്യം, നല്ല ദാമ്പത്യം, പിന്നെ വിവാഹം നടക്കാത്തവരാണെങ്കിൽ ഇഷ്ടവിവാഹത്തിനും ഐശ്വര്യത്തിനും എല്ലാമായിട്ടാണ് ഈ വ്രതമെടുക്കുന്നത്. തിരുവാതിര കളിക്കുന്നു, ആഘോഷിക്കുന്നു. വിവാഹശേഷമുള്ള ആദ്യ തിരുവാതിര പൂത്തിരുവാതിര എന്നാണ് അറിയപ്പെടുന്നത്. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെയും ഇതൊക്കെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ച് മാത്രം നമ്മൾ ഇങ്ങോട്ട് പറയുന്നു എന്ന് മാത്രം. മകയിരം നാളിൽ തുടങ്ങുന്ന എട്ടങ്ങാടി എന്ന പ്രത്യേകതയുണ്ട്. പഥ്യമാണത്, മായിട്ടുള്ള ഭക്ഷണമാണ്. പുഴുക്കെന്നൊക്കെ കേട്ടിട്ടില്ലേ, തിരുവാതിര പുഴുക്ക്. ഇപ്പോൾ പക്ഷേ തിരുവാതിര പുഴുക്കൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. എല്ലാവരും അതെല്ലാം മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നൃത്തത്തിൽ കണ്ടില്ലേ മാറ്റങ്ങൾ. ഫ്യൂഷൻ തിരുവാതിരയും മറ്റുമാണ് നടക്കുന്നത്. സാധാരണ വളരെ ഐശ്വര്യത്തോടു കൂടി വിളക്ക് വെച്ച് നല്ല നല്ല നൃത്തങ്ങളും തിരുവാതിരപ്പാട്ട്, ശിവനെ സ്മരിച്ചുകൊണ്ടുള്ള തിരുവാതിര കളികളാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷേ കാലം ചെല്ലും തോറും ഇതുപോലെയുള്ള കളികളാണ് നമ്മൾ കാണുന്നത്, നൃത്തങ്ങളാണ് കാണുന്നത്. പക്ഷേ കാലം ചെല്ലുന്തോറും ഓരോ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? കാലത്തിനനുസരിച്ച് നീങ്ങണ്ടേ. പ്രപഞ്ചഗീതിയാണല്ലോ. പ്രപഞ്ചത്തിൽ ഇങ്ങനെ പലതും നടക്കും. ഓരോ കാലം കഴിയും തോറും, ഓരോ ദിവസം കഴിയും തോറും ഓരോരോ പുതിയ അനുഭവങ്ങളും മറ്റുമാണ് നടന്നു വരുന്നത്. പിന്നെ പാർവതി ദേവി പരമശിവനെ ലഭിക്കാൻ കഠിന തപസ് ചെയ്തു എന്നും ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ശിവൻ പ്രത്യക്ഷപ്പെടുകയും വിവാഹം നടക്കുകയും ചെയ്തു എന്നെല്ലാം പറഞ്ഞു. പക്ഷേ പുരാണ കഥകൾ വേറെയും ഉണ്ട് കേട്ടോ. പലതും ഇങ്ങനെ ഐതിഹ്യങ്ങൾ പറയുകയാണല്ലോ. ഇതെല്ലാം നമ്മൾക്ക് കേട്ടുകേൾവിയും ഐതിഹ്യങ്ങളും എല്ലാം മാത്രമാണ്. നമ്മളൊന്നും ആ കാലഘട്ടങ്ങളിലില്ല. ഐതിഹ്യങ്ങൾ വേറെയും ധാരാളം കഥകളുണ്ട്. പക്ഷെ നമുക്കതിലേക്കൊന്നും പോകണ്ട. നമുക്കിപ്പോൾ ഈ പാർവതിമാരുടെ വിവാഹം അതിനെപ്പറ്റി മാത്രം ചിന്തിക്കാം. പിന്നെ എട്ടങ്ങാടി വ്രതമെടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. നല്ല വിവാഹം നടക്കുന്നതിനായിട്ട് യുവതികളും മറ്റും വ്രതം എടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ വിശ്വാസങ്ങളല്ലേ. അവരെല്ലാം ഇപ്പോഴും ചിലവർ വ്രതങ്ങളൊക്കെ എടുക്കുന്നു. അത് എട്ടങ്ങാടി എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു ഭക്ഷണ രീതികളൊക്കെ ആയിരുന്നു. പുഴുക്ക്, ചേമ്പ്, ചേന, കാച്ചിൽ, കായ, കിഴങ്ങ്, പയർ, പഞ്ചസാര, തേൻ, അങ്ങനെ ഉള്ള 8 വിഭവങ്ങൾ കൂട്ടിയുള്ള അതാണ്. പക്ഷെ ഇപ്പോൾ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എന്തൊക്കെയാണ് ഭക്ഷിക്കുന്നതെന്നൊന്നും ആർക്കും അറിയില്ല. കാലങ്ങൾ മാറി പോവുകയല്ലേ. അതുപോലെ ദശപുഷ്പങ്ങളൊക്കെ വെച്ച് വിളക്കും എല്ലാം വെച്ച് അതിന് ചുറ്റും നിന്നാണ് നൃത്തം ചെയ്യുന്നത്. പൂ ചൂടിക്കുന്ന ഒരു പരിപാടിയുമുണ്ട്, പാതിരാ പൂച്ചൂടൽ. കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ വെറും കേട്ടുകേൾവിയായിട്ട് മാറും കുറച്ച് നാൾ കഴിയുമ്പോൾ. അപ്പോൾ ഈ കഥകൾ അറിയണമെന്ന് ആഗ്രഹമുള്ളവർ ഈ കഥകളെല്ലാം കേൾക്കുക, അല്ലെങ്കിൽ വായിക്കുക, അറിയുക. അല്ലാണ്ട് തിരുവാതിര ആശംസകൾ തന്നു, അതെന്താണെന്ന് അറിയാത്ത കുട്ടികളാണ് ഇപ്പോഴുള്ളത്. എന്താണ് ഈ തിരുവാതിര എന്നുള്ളത്? ധനുമാസത്തിലെ തിരുവാതിരയാണ് തിരുവാതിരയായിട്ട് ആഘോഷിക്കുന്നത്. വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യ തിരുവാതിര, പൂത്തിരുവാതിര, പാതിരാപ്പൂ ചൂടൽ, ഇതെല്ലാം
പണ്ട് നടന്നിരുന്നിട്ടുള്ളതാണ്. ഇപ്പോൾ അതിനെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും അത് ആചരിക്കുന്നവരുണ്ട്. ഹൈന്ദവ ആചാരമാണത്. ആചരിക്കുന്ന ധാരാളം കുറച്ച് പേരെല്ലാം ഉണ്ടാവും. കുറച്ച് പേരെല്ലാം അതിനെയൊക്കെ തള്ളിക്കളഞ്ഞ് ജീവിത നെട്ടോട്ടങ്ങൾക്ക് വേണ്ടി ഓടുകയാണ് ചിലവർ. അപ്പോൾ ഒന്നും പറയാനായിട്ട് നമുക്ക് പറ്റില്ല. ഏതായാലും ഒരു ആഘോഷം നല്ലതാണ്, കളികളും നല്ലതാണ്. എന്തില്ലെങ്കിലും മാനസികമായിട്ടുള്ള ആരോഗ്യവും അല്ലാതുള്ള ആരോഗ്യങ്ങളും എല്ലാം ലഭിക്കുന്നതാണ്. ഒരു വ്രതമെടുക്കുന്നതും ആരോഗ്യമാണ്, നൃത്തം ചെയ്യുന്നത് ആരോഗ്യമാണ്, പാട്ട് പാടുന്നത് ആരോഗ്യമാണ്. ഇതെല്ലാം ആരോഗ്യമാണ്. പിന്നെ വിശ്വാസങ്ങളെ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് പിന്തുടർന്ന് പോരാം. അല്ലാത്തവർ അവരവരുടെ ഓരോ വിശ്വാസങ്ങളിലും ഏർപ്പെടുക. ഇതാണല്ലോ. അപ്പോൾ ഇനി തിരുവാതിര എന്താണെന്ന് അറിയാതിരിക്കേണ്ട. അതിനുവേണ്ടി മാത്രമാണ് കേട്ടോ ഇത് ഇട്ടത്. എട്ടങ്ങാടിയുടെ കാര്യം പറഞ്ഞു, പൂജൂടലിൻ്റെ കാര്യം പറഞ്ഞു, തിരുവാതിര കളിയുടെ കാര്യം പറഞ്ഞു, വ്രതമെടുക്കുന്ന കാര്യം പറഞ്ഞു. ശിവനെ സ്മരിച്ചു കൊണ്ടിട്ടാണ് ഇത് നടത്തുന്നതെന്ന് പറഞ്ഞു. ശിവപാർവതിയുടെ വിവാഹമായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ ശിവപാർവതി ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും പാർവതി ദേവിയുടെ പ്രത്യേക ക്ഷേത്രങ്ങളിലുമെല്ലാം വളരെ വിശേഷമാണ്. ഇത്രയൊക്കെ അറിഞ്ഞാൽ പോരെ. അപ്പോൾ എല്ലാവർക്കും തിരുവാതിര ആശംസകൾ നേരുകയാണ്. എല്ലാവരും അറിയുക എന്താണ് തിരുവാതിര. എല്ലാവരും ആഘോഷവേളകളിലെല്ലാം ഇപ്പോഴും തിരുവാതിര കളി നടക്കാറുണ്ട്. പക്ഷെ എന്താണെന്നൊന്നും ആർക്കും അറിയില്ല. എല്ലാവരും വെറുതെ കളിക്കുന്നു. ഒരു ഡാൻസ്, ഒരു സംഘനൃത്തം എന്ന് മാത്രമായിട്ടാണ് ഇപ്പോൾ അറിഞ്ഞു വരുന്നത്. പക്ഷേ അറിയുക ഇങ്ങനെയാണ് ഇതിൻ്റെ ഐതിഹ്യമെന്ന്. വേറെ ഐതിഹ്യങ്ങളുണ്ട്, പക്ഷെ അതിലേക്കൊന്നും നമുക്ക് പോവേണ്ട. ഇത് മാത്രമേ ഇപ്പോൾ ചെറുതായിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇതിനോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്തവരും ഉണ്ടാവും. എങ്കിലും ഈ കളിയെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാമല്ലോ. ഈ വട്ടക്കളി എന്ന് പറഞ്ഞാൽ തിരുവാതിര കളി ഒരു നല്ല കളിയാണ്. ഒരേപോലെ കുപ്പുകൈയോടെ ലക്ഷ്മി ശിവ്.